ശശികലയെ സംബന്ധിച്ച് ഞാൻ ഈ കുറച്ചു നാൾ ഈ ശബരിമല ഇഷ്യൂ ഒക്കെ വന്നപ്പോഴാണ് ഞാനിത് അവരെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത്. കാരണം ഒരു സമൂഹത്തിലേക്ക് എപ്പോഴും നെഗറ്റീവും വിഷവും തുപ്പുന്ന ഒരു സ്ത്രീയാണത്. അവരാണോ ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ്? ഈ ഹിന്ദു ഐക്യവേദി ഞങ്ങളും തമ്മിൽ എന്താണ് ബന്ധം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവരാരാണ്? ഞങ്ങൾ ഈ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാര് എങ്ങനെ ജീവിക്കണം, എന്ത് പാടണം, എന്ത് ഉടുക്കണം എന്ന് പറയാനായിട്ട് ശശികലയല്ല, ശശികലയുടെ കുഴിമാടത്തുള്ളവർ പോലും, കുഴിമാടത്തിൽ എണീച്ച് വരുന്നവർ പോലും അതിനകത്ത് വളർന്നിട്ടില്ല എന്ന് മാത്രമേ ശശികലയോട് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. കാരണം ഞങ്ങളുടെ ഒരു കാര്യവും ശശികല തീരുമാനിക്കേണ്ടത്. ശശികല ഞങ്ങളുടെ ആരാണ്? ഞങ്ങൾ എന്ത് പാടണം, എന്ത് പറയണം എന്നുള്ളത് തീരുമാനിക്കാൻ ഇവരാരാണ്? ഇവര് വളരെ മോശം ഭാഷയിലാണ് വേടനെ പറഞ്ഞിട്ടുള്ളത്. കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾ എന്നുള്ള ഒരു അർത്ഥം വരുന്ന രീതിയിലോ അങ്ങനെ എന്തോ ഒരു ഏറ്റവും മോശം വേർഡാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ചരിത്രവും ഇവരൊന്നും ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് സ്വയം പരിഷ്കരിക്കാൻ പോലും പറ്റാത്ത അവരുടെയൊക്കെ ആ മനസ്സിൽ ഉറഞ്ഞു കിടക്കുന്ന, പാരമ്പര്യമായിട്ട് ഉറഞ്ഞു കിടക്കുന്ന ജാതിയും പേറിക്കൊണ്ടുള്ള ആ ശശികലയുടെയൊക്കെ ഈ വിഷം തുപ്പൽ ഈ കേരളം ഇങ്ങനെ സഹിക്കേണ്ടതുണ്ടോ? ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധം വരുന്നത്. ഇവരൊക്കെ ഏതോ മൂലയിൽ കിടക്കുന്ന ഒരു സ്ത്രീ അവർക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വേടനെ തോണ്ടാൻ വരുന്നതാണ്. അത് കയ്യിൽ വെച്ചേക്ക് ശശികല, അതൊന്നും ഇപ്പൊ ഇവിടെ നടക്കത്തില്ല. അതൊക്കെ പണ്ടൊക്കെയാണ്. ഇപ്പൊ ഞങ്ങൾ നന്നായി പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഹിന്ദു ഐക്യവേദി ഞങ്ങളുടെ ആരുമല്ല. ഹിന്ദു ഐക്യവേദി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഒന്നും നിയന്ത്രിക്കാൻ വരേണ്ട കാര്യവുമില്ല. ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങളുടേതാണ്. അത് ശശികലയും വിചാരിക്കേണ്ട, ശശികലയുടെ സംഘടനയും വിചാരിക്കേണ്ട. അത് അവര് കയ്യിൽ വെച്ചോണ്ടാ മതി. അതുമാത്രമല്ല, ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ഒരു റാപ്പ് സംഗീതം എന്നുള്ളത്, റാപ്പ് സംഗീതം ഇപ്പോൾ ആര് പാടിയാലും അതിൽ ജാതിയോ വർഗമോ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം അതൊക്കെ ഒരു കലാരൂപമാണ്, എല്ലാവരും ആസ്വദിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഇവർ ചോദിക്കുന്നതനുസരിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തനതായ എന്തെല്ലാം കലാരൂപങ്ങളുണ്ട്, അതൊക്കെ റാപ്പ് സംഗീതമാണോ എന്നാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പട്ടികജാതി വിഭാഗക്കാരുടെ തനതായ കലാരൂപമാണോ എന്നുള്ളൊരു കുത്തലോടെയുള്ള ഒരു ചോദ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇന്ന മനുഷ്യർക്ക് ഇന്നതേ പാടാവുള്ളൂ. ഞങ്ങളുടെ തനത് കലാരൂപം കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ മുണ്ടും മുറിയും ബ്ലൗസും ഇട്ട് ഞങ്ങൾ വാക്കത്തിയും പിടിച്ച് ഞങ്ങൾ അങ്ങനെ പഴയ ഞങ്ങളുടെ ആൾക്കാർ നടന്ന പോലെ ഇപ്പോഴും നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങൾ 2025 ജീവിക്കുന്നത്. ശശികല 1950 ജനിച്ച ശശികല 2025 ജീവിക്കുന്ന മനുഷ്യരുടെ അടുത്ത് ഞങ്ങളൊക്കെ ജീവിക്കുകയാണ്. അവരൊക്കെ പുറകോട്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾ മുൻപോട്ട് പോയി ഏറെ പരിഷ്കരിക്കപ്പെട്ട മനുഷ്യരാണ്. ഞങ്ങളോട് തനത് കലാരൂപം മാത്രമേ പാടാവുള്ളൂ എന്ന് ശശികല പറഞ്ഞ അത് ചിരിയാണ് വരുന്നത്. ഞാനിത് ആദ്യം ഒരു തമാശയായി കണ്ടു. പിന്നീട് ഈ സ്ത്രീയുടെ വായിന്ന് വരുന്ന ഈ അധിക്ഷേപവും ഈ ഒരു വിഷവും ഈ ചെറിയ കുട്ടികളൊക്കെ കേൾക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ വാക്കുകളൊക്കെ നമുക്ക് വളരെ മോശമായ ഒരു രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല കൾച്ചർ അതാണ്. അവർ ഈ കിണ്ടിയും ചൂട്ടുകറ്റയും കാലത്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അവർക്കിപ്പം കാലം പരിഷ്കരിക്കപ്പെട്ടതും മനുഷ്യർ ഒരുപാട് മാറിയതും ഇവിടെ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായതും നവോത്ഥാനം ഉണ്ടായതൊന്നും ആ സ്ത്രീ അറിയുന്നതേ ഇല്ല. അവര് ആ ഉറക്കത്തിൽ എണീച്ച് ഇപ്പൊ വന്നിരുന്ന് അവര് പ്രസംഗിക്കുവാണ്. ആ പ്രസംഗം അവരുടെ ഹിന്ദു ഐക്യവേദിക്ക് മാത്രമുള്ളതാണ്. അത് ദളിതർക്കോ ആദിവാസികൾക്കോ വേണ്ടിയുള്ളത്. ഞങ്ങൾ ഇഷ്ടമുള്ളത് പാടും, ഇഷ്ടമുള്ളത് പറയും, ഇഷ്ടമുള്ളത് ഡാൻസ് ചെയ്യും. അവരാരാണ് ചോദിക്കാൻ? അവർക്ക് ഇതിനെ ചോദ്യം ചെയ്യാൻ വേടനെയോ ഞങ്ങളെയോ ചോദ്യം ചെയ്യാൻ, ഞങ്ങൾ ദളിത് സമൂഹത്തെ ചോദ്യം ചെയ്യാൻ ഇവരെ ഞങ്ങളുടെ ആരെങ്കിലും ആണോ ഇവര്? ഞങ്ങൾ പണ്ട് തൊട്ടേ ദ്രോഹിച്ച ഹിന്ദുക്കളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത്, സമുദായം പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുള്ളത്. നിങ്ങൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സത്യത്തില് ഈ സ്ത്രീയൊക്കെ ഏത് കാലത്ത് മാറും? വലിയൊരു സംഘടനയും കൊണ്ട് നടക്കുന്നു എന്നാണ് പറയുന്നത് ഹിന്ദു ഐക്യവേദി. ഇതിനകത്തൊക്കെ തലച്ചോറുള്ള ആരും ഇല്ലേ? അതിന് തലപ്പത്തല്ലേ, അതിനകത്ത് ബോധമുള്ള ഒരു മനുഷ്യനും ഇല്ലേ എന്നാണ് ഞങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാനുള്ളത് അവരുടെ അടുത്ത്. അതുമാത്രമല്ല, സർക്കാരിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഒരു ചടങ്ങിൽ വേടൻ പാടുകയും അതിൽ ഒരുപാട് ആളുകൾ അണിനിരക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു തുണിയില്ലാ വേദിയിൽ തുള്ളിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഈ വേടൻ നിർബന്ധിച്ച് തുള്ളിപ്പിക്കുന്ന ഒരു രീതിയിലൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും വേടനെതിരെ ഉണ്ടായിരുന്ന കുറേയധികം കേസുകളും പരാമർശമൊക്കെ അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷെ അതിനൊക്കെ ഉപരി ഒരു കല എന്നതിനുപരി കലയെ സ്നേഹിക്കുക, അത്തരത്തിലൊരു സമൂഹമായി ഇന്ന് എല്ലാവരും മാറിയിരിക്കുകയാണ്. എല്ലാവരും ഓഡിയൻസ് ആണ്. അത് ആഘോഷിക്കപ്പെടുന്ന ഒരു സമയമാണ്. ഇത്തരത്തിലൊരു പരാമർശം അത് വലിയ തരത്തിലൊരു വിവാദത്തിലേക്ക് തന്നെയല്ലേ പോവുക? തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ തുണി ഉടുത്ത് നടക്കുന്നവരാണ്. അത് അവരേത് രീതിയാണ്, അവരെന്ത് കൾച്ചറാണ് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ല, അവര് പഴയ കാലത്ത് ജീവിക്കുന്നവരാണ്. നമ്മൾ മാറുമറയ്ക്കൽ സമരം നടത്തി നമ്മൾ വസ്ത്രം ധരിച്ചു മുമ്പോട്ടേക്ക് പോകുന്നവരാണ്. ഒരു കലയായിട്ട് കാണാൻ അറിഞ്ഞൂടാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ കൂട്ടായ്മയാണത്. കാരണം ഇവരെ തിരുത്താനായിട്ട് ഇവരിങ്ങനെ പ്രസംഗിക്കുമ്പം അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് തിരുത്താനായിട്ട് അതിനകത്ത് ഒരു മനുഷ്യനും ഇല്ല. അപ്പൊ അതൊക്കെ എന്താണ്
ചേരേണ്ടിടത്ത് ചേരുന്നു പറയുന്നത് ആ കൂട്ടായ്മ അതുപോലത്തെ ആളുകൾക്ക് മാത്രം ഉള്ളതാണ്. അത് അവരൊരിക്കലും പരിഷ്കരിക്കപ്പെടാത്ത ഒരു സമൂഹമാണ്. എന്താണ് ഒരു കലാരൂപത്തെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇവരുടെ ധാരണ ഇപ്പോഴും ഇവർ പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടിരിക്കും എന്നാണ്. അതായത് നിങ്ങളത് പാടണ്ട, നിങ്ങൾ തനത് കല അവതരിപ്പിക്കും. ഇവരാരാണ് ഞങ്ങളോട് തനത് കല മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ, നിങ്ങൾ ഡ്രസ്സ് ഇടാൻ, ഞങ്ങളുടെ വസ്ത്രത്തിനും ഇവരെന്തോ നിയന്ത്രണം കൊണ്ടുവരാൻ നോക്കുകയാണ്. ഇവർ പഴയ കാലത്തിലോട്ടാണോ പോകുന്നത്? അത് വളരെ അപകടം പിടിച്ച. ഞങ്ങളോട് വെറുതെ വെല്ലുവിളിക്കാൻ നിൽക്കേണ്ട ശശികല, അതൊക്കെ കാലം മാറി. ഇപ്പം അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയും കൊച്ചുമക്കളാണ് ഞങ്ങൾ. ഈ മഹാത്മാ അയ്യങ്കാളി, ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും നിയമത്തെ പരിഷ്കരിച്ചുകൊണ്ട് നിയമത്തെ പാലിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് വന്നവരാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു തുള്ളി രക്തം ഇവിടെ ഉറ്റാത്തത്. ഞങ്ങളെ വീണ്ടും വെല്ലുവിളിക്കരുത്. ഞങ്ങളും അതേ ആദർശവും കൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്നവരാണ്. ഈ നിയമത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ് ശശികലയൊക്കെ ഇന്ന് ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വിഷം തുപ്പുന്ന ഇവളെയൊക്കെ പണ്ടേ ജയിലിൽ അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു. പുറം ലോകം കാണിക്കാൻ പാടില്ല. നിയമപരമായിട്ട് ഇവർക്ക് ഈ പൊതുസമൂഹത്തിൽ ജീവിക്കാനുള്ള അർഹതയില്ലാത്തൊരു സ്ത്രീയാണ് ഇങ്ങനെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വെറുതെ അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയും കൊച്ചുമക്കളെ തോണ്ടാൻ വരരുതെന്ന് മാത്രമേ ശശികലയോട് പറയാനുള്ളൂ. ഇതിനു മുമ്പും ഈ ഇത്തരത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ മധുവിനെതിരെയും ഭാരതീയ ന്യായ സംഹിത വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു കേസിലേക്കൊക്കെ പോകേണ്ട ഒരു നടപടി തന്നെയല്ലേ ശശികലയും പറഞ്ഞിരിക്കുന്നതും? തീർച്ചയായിട്ടും. അത് വേടനെ ഉപയോഗിച്ച ഭാഷകളുണ്ട്. ആ ഭാഷ തന്നെ വളരെ വൃത്തികെട്ട ഭാഷയാണ്. അത് തന്നെ അട്രോസിറ്റി അതിൽ നിലനിൽക്കും. വേടന്റെ അച്ഛൻ ഹിന്ദു പട്ടികജാതിക്കാരനാണ്. ഉറപ്പായിട്ടും അതിനകത്ത് അട്രോസിറ്റി നിലനിൽക്കും. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ളവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അത് പരാതിയായിട്ട് നമ്മൾ നിയമ നടപടിയായിട്ട് മുമ്പോട്ടേക്ക് പോകും. കാരണം ഈ സ്ത്രീയൊക്കെ 100 കേസ് കൊണ്ട് നടക്കുന്നതാണ്. അവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. അവർക്കിങ്ങനെ ഇതും പറഞ്ഞ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കി സമൂഹത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുക, അല്ലെങ്കിൽ നല്ലത് ചിന്തിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമോ? എന്റെ സമൂഹം വളരണം, ഹിന്ദു സമൂഹം വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടക്കുമോ? അവരെ തന്നെ അതൊരു വിദ്വേഷ വെറുപ്പിന്റെയും ഒരു സംഘടനയാണ്. ഇവിടെ അവർക്ക് ഇതിലൂടെ ഈ വിദ്വേഷവും തെറിവിളി നടത്തിയാൽ മാത്രമേ ഇവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അതാണ് അവരുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം. അതിലൂടെയാണ് അവർ ജീവിക്കുന്നത്. ഈ ഒരു പ്രസ്താവനയും ഈ ഒരു അധിക്ഷേപവും വേടനെ മാത്രം ഉദ്ദേശിച്ച് മാത്രമായിരിക്കും. കാരണം വളർന്നു വരുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്, ചിലരുടെ കുലത്തൊഴിലുകളുണ്ട്. അതിനെയൊക്കെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയല്ലേ ഇത്? അല്ല, ബാധിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഞങ്ങളുടെ സമൂഹം വളരെയേറെ മുമ്പോട്ടേക്ക് പോയി. ഞങ്ങൾക്ക് ഇവരൊക്കെ സംസാരിക്കുന്ന തുറക്കുന്ന കണ്ടാൽ എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കാനുള്ള ബോധ്യമുണ്ട്. ഇവർ ഈ സമൂഹത്തെ എപ്പോഴും മതം കൊണ്ടും തീവ്രവാദം കൊണ്ടും ഹിന്ദു തീവ്രവാദം കൊണ്ടും വിഭജിക്കുന്ന ആളാണ് ശശികല, അല്ലെങ്കിൽ ശശികലയുടെ കൂടെയുള്ളവർ. അല്ലെങ്കിൽ മനുഷ്യനെ ഒറ്റക്കെട്ടാക്കണമെന്നും ഒരുമിച്ച് നിൽക്കണമെന്നും ചിന്തിക്കുന്ന ഒരാൾ ഇങ്ങനെ സംസാരിക്കുമോ? അപ്പൊ ഇവരുടെ ലക്ഷ്യം വേറെയാണ്. ആ ലക്ഷ്യത്തിലേക്ക് പോകാതിരിക്കാനായിട്ടാണ് വേടനെ പോലെയുള്ളവരുടെ ഒരു ഗാനം മതി. അവർക്ക് ഇത്രയും പെയിനും ഇത്രയും വിറയലും ഉണ്ടാവാനായിട്ട് വേടന്റെ ഒരു പാട്ട് മതി. അപ്പൊ ഞങ്ങളുടെ സർക്കാരിന്റെ ഒരു ആയുധമായി വേടൻ മാറുമോ എന്നുള്ള ഒരു ഭയം ഇവർക്കുള്ളിൽ ഉണ്ടാകുമോ? അതുകൊണ്ടായിരിക്കുമോ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയൊക്കെ നടത്തുന്നത്? ഞങ്ങൾ വളരെ പരിഷ്കരിക്കപ്പെട്ടവരാണെന്ന്, അവരെക്കാളും ബോധമുള്ളവരാണെന്നും ഈ കാലഘട്ടത്തോടൊപ്പം സഞ്ചരിക്കുന്നവരാണെന്ന് ഇനി ഞങ്ങൾ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അവരല്ലേ ഏറ്റവും മോശം രീതിയിൽ സംസാരിക്കുന്നത്. അവർക്കല്ലേ ഈ സമൂഹത്തെ ഒറ്റക്കെട്ടായി കാണാൻ സാധിക്കാത്തത്. അതുകൊണ്ടല്ലേ അവര് വേടനെതിരെ ഇത്തരത്തിലൊരു ഭാഷ ഉപയോഗിച്ചത്. അപ്പൊ ആ സ്ത്രീ തന്നെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇവിടെ വിലപ്പോവില്ല. കാരണം ഇത് മനസ്സിലാക്കി വരുന്ന വലിയൊരു തലമുറയുണ്ട്. അവരത് മനസ്സിലാക്കുന്നുണ്ട്. അവര് വേടന്റെ പിന്നാലെയും അങ്ങനെയൊക്കെ ആൾക്കാർ കൂടുന്നുണ്ട്. അതൊക്കെയാണ് ഇവരെ ഭയപ്പെടുന്നത്. ഇവർക്ക് ഇനി ജാതി പറഞ്ഞ് ഇവിടെ ഒറ്റപ്പെടുത്തി ജീവിക്കാൻ പറ്റാതാവോ എന്നുള്ളൊരു പേടി ശശികലയ്ക്കും സംഘത്തിനും കാണും. അവർ ഇത് വെച്ച് പിരിവെടുത്താണല്ലോ അവർ ജീവിക്കുന്നത്. അല്ലാതെ ഇവർക്കൊക്കെ എന്താണ് വേറെ തൊഴിലുള്ളത്? ഇങ്ങനെ സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക, വിഷം തുപ്പുക, വരുന്ന തലമുറയ്ക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജസ് കൊടുക്കുക. അപ്പൊ ഞങ്ങൾ അതിനെതിരെ നല്ലപോലെ പ്രതികരിക്കുന്നുണ്ട്. അതപ്പോൾ അവർക്ക് ഭയമാണ്. ഇനി അവർക്ക് അവരുടെ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു പോകും. അവരുടെ സംഘടനയ്ക്ക് അതിന് പരിഗണന കിട്ടാതെ പോകുമോ എന്നൊക്കെയുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് അവരിങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇത് പറയേണ്ട കാര്യം എന്താണ്? ഞങ്ങൾ എന്ത് പാടുന്നു, എന്ത് പറയണം എന്നുള്ളത് അവരാണോ തീരുമാനിക്കുന്നത്? അവരെ തീരുമാനിക്കേണ്ട കാലം കഴിഞ്ഞു. അവർ പണ്ട് എപ്പോഴെങ്കിലും ഞങ്ങളെടുത്ത് അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ നല്ലപോലെ ഞങ്ങൾ തിരിച്ചു പറയുന്നുണ്ട്. ആ തിരിച്ചു പറയുന്നതിൽ നിന്നാണ് അവർക്ക് ഇത് ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകാനായിട്ട് ശശികലയെ പോലുള്ളവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ് എപ്പോഴെപ്പോഴും ഇങ്ങനെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ സമൂഹം വളരെ ബോധമുള്ള സമൂഹമാണ്. ഞങ്ങൾ നിയമത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ ശശികലയ്ക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി ഉറപ്പായിട്ട് സ്വീകരിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.